ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വേറെ ഒന്നുമല്ലേടാ, നമ്മൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ക്യൂ എൻ്റെ പോസ്റ്റ് ഇടുവന്ന്. അപ്പോൾ ഇട്ടല്ലോ, അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് കാര്യം ചേച്ചി അതിൻ്റെ ഒരു ലോങ് വീഡിയോ കൊണ്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി എനിക്ക് ടൈമൊന്നും കിട്ടാത്ത കാരണം സ്കൂളൊക്കെ തുറന്നു, പിന്നെന്താ പഠിത്തമായി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ടൈം എനിക്ക് കിട്ടാറില്ല, കുറവാണ് കിട്ടല്. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ, ഇന്നെനിക്ക് 3 ദിവസത്തേക്ക് ലീവാണല്ലോ. അപ്പോൾ എന്തായാലും ഓൾറെഡി 3 ദിവസം ലീവാണ്. അപ്പോൾ എന്തായാലും ഇട്ടേക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിടാതെ വെച്ചു. അപ്പോൾ കുറച്ച് എഡിറ്റും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചി വീഡിയോസൊക്കെ എടുക്കുന്നത് സൂപ്പറാണ്, കുറച്ചും കൂടെ എഡിറ്റിംഗ് കൂട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടാടാ, അത് നമ്മൾ നോർമൽ വീഡിയോസിന് അങ്ങനെ ഓവറായിട്ട് എഡിറ്റിംഗ് ചെയ്യാൻ പാടില്ല, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു Q&A വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഞാനിലുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് വായിച്ച് Q&A പോസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ ഗൈസ് മൈ സെക്കൻഡ് Q&A വീഡിയോ, കമൻറ്റ് യുവർ ക്വസ്റ്റ്യൻ മൈ ആൻസർ യുവർ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ, കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. ക്യൂ എന്നാണ് ആ ഒരു കുട്ടീൻ്റെ യൂട്യൂബ് ചാനൽ നെയിമെന്ന് തോന്നുന്നു. 1 ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ചേച്ചി പ്രണയത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്രണയത്തിൽ തൽക്കാലം എനിക്ക് പ്രണയത്തിൽ ഇപ്പം ഞാൻ ഇല്ലടാ. അപ്പം ഞാൻ തൽക്കാലം എനിക്ക് പ്രണയത്തിലല്ല ഞാനിപ്പം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ വലിയ ഒരാളെ പഠിച്ചു വന്ന നിലയിൽ എത്തിക്കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന ഒരാൾ മാത്രമായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത്. അതായത് വിദ്യാഭ്യാസം പക്വതയുള്ള ഒരാൾ മാത്രമായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത്. അതൊരു ഒന്നാമത്തെ ആൻസറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് അവന്തിക നിഷാടാ. എൻ്റെ പേര് അവന്തിക നിഷാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ പേര് സിന്ധു അനീഷ് എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് അനീഷ്, അമ്മേൻ്റെ പേര് സിന്ധു അനീഷ്, സിന്ധു എന്നാണ് പേര്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഗ്ലാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഗ്ലാസ് എന്ന് വെച്ചാൽ 9th ആട്ടോ, 9th ക്ലാസ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോടാ, നിങ്ങളുടെ പ്രായം 14. എല്ലാവരും കുറേ ആൾക്കാർ ലൈവിലൊക്കെ ചോദിക്കും 14. അതല്ല, ഞാൻ സ്കിപ്പ് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിങ്ങനെ പ്രായം പറയുന്നൊന്നും ഇഷ്ടമല്ല, ഓൾറെഡി പറയാറില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ്. എനിക്ക് 40 വയസ്സാണ്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് മെരിയ എന്ന് പറഞ്ഞ ഒരു മരിയ എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, എൻ്റെ നെയിം ചോദിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ആ കുട്ടി ചോദിച്ചിരിക്കുന്നത് എന്താ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അവന്തിക അനീഷ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനതാ ഇതന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് കൂടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാമുകൻ പഴയ പടിയാക്കുക. മനസ്സിലായില്ല. ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായതുകൊണ്ട് എൻ്റെ ആൻസർ അത് തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല. ഏതാണ് ക്ലാസ്? ഞാൻ 9th ക്ലാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗൈസ്. ഹായ് ചേച്ചി, നിങ്ങളുടെ ഉറ്റ ചങ്ങതിയുടെ പേരെന്താ? നിങ്ങളുടെ പ്രായം? എൻ്റെ ഉറ്റ ചങ്ങതി, അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാ. അതായത് സഫ, ദിയ, ലക്ഷ്മിപ്രിയ, റിഹാൻ, പിന്നെ ഞങ്ങൾ 5 ഫ്രണ്ട്സാണ് ഏറ്റവും കട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവന്തിക അനീഷ്, എൻ്റെ കസിനായിട്ടുള്ള വൈഗ, അവന്തിക സിജോ എന്നാണ് അവരുടെ നന്ദോസ് വ്ളോഗ് എന്നാണ് അവളെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ എൻ്റെ കസിനായിട്ടുള്ള വൈഗ വ്ളോഗ്, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, വൈഗ. ഇവരാണ് എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ്. പിന്നെ കുറേ അധികം ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കസിൻസ് ആയിട്ടുള്ളത്. ഹായ് പെണ്ണെ, നിങ്ങളുടെ ഈ വീഡിയോസ് വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിനയം വളരെ നല്ലതാണ്. ആ നെഗറ്റീവ് കമൻറ്റുകളോടെ അവഗണിച്ചു ഇരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യമാക്കുന്നത്? നിങ്ങളുടെ ചാനൽ കെട്ടിപ്പടുക്കാൻ ഇതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം എൻ്റെ ഫാമിലീനെ എനിക്കൊരു നിലയിലെത്തിക്കണം. അതായത് ഞാൻ പഠിച്ചൊരു വലിയ ആളായിക്കണം, എൻ്റെ ഫാമിലീനെ ഞാൻ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, എനിക്കൊരു എന്താ പറയുക, എൻ്റെ അച്ഛന് ഒരു എന്താ പറയുക, ഒരു അഭിമാനമായി ഞാൻ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് പുതിയൊരു വീട് വെക്കണം.
അതും കൂടെയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എൻ്റെ അച്ഛനാണ് കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ ഫാമിലി നോക്കണം, എൻ്റെ കസിൻസിനെ എല്ലാവർക്കും എനിക്ക് എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ എൻ്റെ താഴത്തെ വീട്ടിൽ 3 വീട്ടുകാരുണ്ട്. അതിൽ 3 എല്ലാവരും എൻ്റെ കസിൻസാണ്. അപ്പോൾ ഏറ്റവും മൂത്ത ഞാനാണ്. അപ്പോൾ അവരെല്ലാം മൂത്ത പെണ്ണെന്ന് വെച്ചാൽ ഞാനാണ്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് എനിക്ക് എല്ലാവരോടും. അങ്ങനെ എൻ്റെ ഫാമിലി നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹായ്, ഓക്കേടാ, ഞാൻ നോക്കട്ടെ. ഹായ്, എനിക്കൊരു ഹായ് തരുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലോസ് ഫ്രണ്ട് എവിടെ? ക്ലോസ് ഫ്രണ്ട് എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. എനിക്ക് 5 ഫ്രണ്ട്സാണ് കട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെ സഫ, ദിയ, ലക്ഷ്മിപ്രിയ, റിഹാന, പിന്നെ ഞാനും 5 ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത്. പിന്നെ നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ബാംഗ്ലൂർ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടാണ്. പിന്നെ ഒരിക്കൽ ഞാൻ പോവും, എനിക്ക് എന്തായാലും ഉറപ്പാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ സ്ട്രോബെറി അടാ. പിന്നെ ആരെ കണ്ടുപിടിച്ചതാണ് യൂട്യൂബ് ചാനൽ പേര്? ആരെ കണ്ടുപിടിച്ചതാണെന്ന് എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എൻ്റെ പേര് എങ്ങനെയാണ് ഇതിലിട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ല. അടുത്ത ഇതിൽ പറയുക. ഇഷ്ടപ്പെട്ട പുഷ്പം താമര, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം. പിന്നെ ഇൻസ്റ്റ ഐ ഡി അത് മാത്രം മതി. ഇൻസ്റ്റ ഐ ഡി എൻ്റെ അവന്തിക 01 എന്നാണ്. ആദ്യം അവന്തിക അനീഷ്, പിന്നെ ഞാൻ ഷോർട്ടാക്കി അവന്തിക 01 എന്നാക്കി കേട്ടോ. അടുത്ത നോക്കാം. ഹൈ അവന്തിക, സുഖമാണോ? സുഖമായിരിക്കുന്നല്ല, സുഖമായിരിക്കുന്നു ചേച്ചി. നെയിൽ കെയർ വീഡിയോ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നെയിൽ കെയർ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യാണ് 1. ചേച്ചിക്ക് ലവർ ഉണ്ട്? തൽക്കാലം ഇല്ലല്ലോ, എനിക്ക് ലവറൊന്നും ഇപ്പോൾ എനിക്ക് തൽക്കാലം വേണ്ട. ഇൻസ്റ്റാഗ്രാം ഉണ്ട് ചേച്ചി? ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അവന്തിക അനീഷ് 01. അവന്തിക അനീഷ് എന്നായിരുന്നു, ഇപ്പോൾ അവന്തിക 01 എന്നാക്കി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ഷോർട്സ് വീഡിയോസ് ആണല്ലോ, ലോങ് വീഡിയോ ഇട്ടൂടെ? ഞാൻ സമയം കിട്ടുമ്പോൾ എല്ലാം ലോങ് വീഡിയോ ഇടാറുണ്ട്. കാണാത്തോണ്ടായിരിക്കും നിങ്ങൾ. ലോങ് വീഡിയോ ഇപ്പോൾ ഇടാറുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അടുത്ത സിനിമ നടൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടൻ അല്ലു അർജുൻ ആൻഡ് വിജയാണ്. എനിക്ക് അവരെ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വീഡിയോസ് ചെയ്യുന്ന അമ്മയും അച്ഛനും ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. എൻ്റെ അമ്മയുമായിട്ട് പിന്തുണയായിട്ട് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അടുത്ത നോക്കാം. ചേച്ചിക്ക് സിസ്റ്റർ ഉണ്ടോ? സിസ്റ്റർ ഇല്ലടാ, എനിക്ക് ബ്രദറാണുള്ളത്. കസിൻ ഉണ്ടോ? കസിൻസ് കുറേ അധികം. എനിക്ക് എല്ലാവരും കസിൻസ് തന്നെയാണുള്ളത്. ഓക്കെ, വീട്ടിൽ ആരാണ് മോള് വീഡിയോസ് എടുക്കുന്നത്? ഞാൻ സ്വന്തമാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും സഹായിക്കാറുണ്ട്. ഞാൻ സ്വന്തം, എനിക്ക് സ്റ്റാൻഡുള്ളതുകൊണ്ട് ഞാൻ സ്വന്തമാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളതും എഡിറ്റ് ചെയ്യാറുള്ളതും എടുക്കാറുള്ളതും. ഓക്കെ, വീഡിയോസ് പൈസ കിട്ടിയോ? കിട്ടിയല്ലോ, കിട്ടി. നെയിമിൽ ചലഞ്ച് എത്ര ചോദിക്കുന്നു? ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ നെയിമിൽ ചലഞ്ച് ചെയ്യാം. ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ എന്തൊക്കെയോ കാണിച്ചാൽ എനിക്ക് ടൈം കിട്ടിയത്. ഓക്കെ, ഞാൻ 9ാം ക്ലാസ്സിൽ ബുക്ക് മേടിച്ചടാ. പൂജയ്ക്ക് വെച്ചു. എൻ്റെ വീട് കണ്ണൂർ ഇരട്ടിയാണ്. ഏജ് 14. സിംഗിളാണടാ. ഹൗ ആർ യു? ഫൈൻ. അപ്പോൾ നമ്മളെന്തായാലും 55 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു. ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോ, അതിനെല്ലാം താങ്ക് യു. അപ്പോൾ സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഇതുവരെ എൻ്റെ വീഡിയോസ് ഇത്രയും കണ്ടവർ എന്തായാലും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്തേക്കുക. പിന്നെ മറക്കരുത്, ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നേക്ക്. പ്രത്യേകിച്ച് ഒരു കാര്യമാണ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാണാത്തവരോടാണ് ഗൈസ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോഴല്ല, 85K അടിക്കുമ്പോഴാണ്. 85Kക്ക് മാത്രമാണ് ഞാൻ ഗിവ് അവേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും മെയിനായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എൻ്റെ കാണുന്ന എല്ലാ വീഡിയോസിലും സ്ഥിരം കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഗിവ് അവേക്ക് ഓൾറെഡി ചോയ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ കമൻറ്റ് ടോപ്പർ എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുക.
കമൻറ്റ് ടോപ്പർ മീൻസ് നമ്മൾ എല്ലാവരും സ്ഥിരം കമൻറ്റ്സ് ഇടുന്നവരും ലൈക്ക് ചെയ്യുന്നവരും സബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഞാൻ ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഗിവ് അവേ എന്താണെന്നുള്ള അടുത്ത വീഡിയോ പറയുന്നതാണ്. ഈ വീഡിയോയിലല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ സോ നമ്മളെല്ലാവരും ഞാൻ പോവാണ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ടത് എല്ലാവരും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ 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 ടാറ്റ ബൈ ബൈ സീ യു.